ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഹാംസ്റ്റർ കോമ്പാറ്റ് സൈഡിൽ നിന്ന് വലിയൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും അല്ല, സൈലൻ്റ് ആക്കിയിട്ടൊരു അപ്ഡേറ്റ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ് അനൗൺസ്മെൻറ്റിലുള്ളത്. വലിയൊരു അപ്ഡേറ്റ്, നമ്മൾ ഇതുവരെ ഹാംസ്റ്റർ കോമ്പാറ്റിൽ കാണാത്തൊരു അപ്ഡേറ്റ് തന്നെ ആയിരിക്കും ആ ഡേറ്റിൽ എന്തായാലും നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ രണ്ട് കാര്യം കൂടി ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഹാംസ്റ്റർ കോമ്പാറ്റ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ₹1 നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ₹1 പോലും ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൽ നിന്ന് കിട്ടില്ല. ഹാംസ്റ്റർ കോമ്പാറ്റ് ക്ലെയിം തുടങ്ങി, വിഡ്രോവൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യാനൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇൻസ്റ്റയിലൊക്കെ റീൽ കണ്ടിട്ടുണ്ടാവും, പലരും വിഡ്രോ അടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാം. മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് അവരെയും കൂടി ന്യൂസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ കൃത്യസമയത്ത് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യസമയത്ത് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കേണ്ട. ഡെയിലി അപ്ഡേറ്റ്സ് അവിടെയാണ് നമ്മൾ കൃത്യസമയത്ത് ഇടുക. അതിനുശേഷമായിരിക്കും യൂട്യൂബിൽ വീഡിയോ വരിക. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ പുതിയൊരു കാർഡിനെ പറ്റിയിട്ടാണ്. ആ കാർഡിലാണ് ഈ ഒരു ഡേറ്റ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ മൈൻ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പെഷ്യലിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ന്യൂ കാർഡിലേക്ക് ഉണ്ടാവും, അവിടെ നിന്ന് പർച്ചേസ് ചെയ്താൽ മൈ കാർഡ്സിലേക്ക് വരും. ഞാനപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലൊരു ടൈമർ പോകുന്നുണ്ട്. ഈ ഒരു സെറ്റപ്പ് ആദ്യമായിട്ടാണ് നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ബോട്ടിൽ വരുന്നത്. ഒരു കൗണ്ട് ഡൗൺ ആണ് വെച്ചിരിക്കുന്നത് ഒരു ഡേറ്റിലേക്ക്. ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 10 ജൂലൈ 10 Web3 ഗെയിം കോൺഫറൻസ് നടക്കും എന്നാണ് ഈ ഒരു കാർഡ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ Web3 ഗെയിം കോൺഫറൻസ് നമ്മൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഓഗസ്റ്റ് 6 മുതൽ 8 വരെയാണ് നടക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ Web3 ഗെയിം എക്സ്പോ ആണ് നമ്മളുടെ Web3 ഗെയിം കോൺ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു ടൈമർ റണ്ണായി പോകുന്നത് ജൂലൈ 10 നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലൈ 10 ടൈമർ ഉണ്ടാവും. ജൂലൈ 10 Web3 ഗെയിം കോൺ. അതിൻ്റെ തൊട്ട് താഴെ കാണാൻ പറ്റും ദ ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ്. ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് തന്നെ ഇവരുടെ ഡെവലപ്പിംഗ് ടീം പറയുന്നത് ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ് എന്നാണ്. കാരണം നമുക്കറിയാം ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു ഗെയിം തന്നെയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മൈനിങ് സോഫ്റ്റ്വെയറോ കാര്യങ്ങളൊന്നും അല്ല. ഇതൊരു CEO സിമുലേഷനാണ്. നമ്മളൊരു എക്സ്ചേഞ്ചിൻ്റെ CEO ആണ്. നമ്മളുടെ കമ്പനി എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു ഗെയിമാണ് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു ഗെയിമാണ്. ഇതാണ് ഫ്യൂച്ചർ, ഗെയിമിങ്ങിൻ്റെ ഫ്യൂച്ചർ ഇതാണ് എന്ന് ഇവർ പലപ്പോഴും ഇവരുടെ വീഡിയോസിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ കാർഡ് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ദ ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ് വിത്ത് ഓവർ 50 ഗെയിമിംഗ് പ്രൊജക്ട്സ് ഇൻ ടപ്പൈ സിറ്റി, തായ്വാൻ. പക്ഷേ ഇവിടെ ഉള്ള ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ Web3 ഗെയിം കോൺ നടക്കുന്നത് തായ്വാനിൽ തന്നെയാണ്. കാര്യങ്ങളൊക്കെ ടപ്പൈ സിറ്റിയിലാണ്, കറക്റ്റാണ്. പക്ഷേ നടക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 6 മുതൽ 8 വരെയാണ്. ഇവർ പറയുന്ന പോലെ ജൂലൈ 10 അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? Web3 ഗെയിം കോൺ, അതിൻ്റെ താഴെ കാണാൻ ദ ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ്. അതിലൊരു കീവേഡ് ഉണ്ട്. എന്താണ്? ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും യൂട്യൂബ് വീഡിയോസിലും അതുപോലെ തന്നെ നമ്മളെ ട്വിറ്ററിലൊക്കെ പോസ്റ്റിലൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. ഹാംസ്റ്റർ കോമ്പാറ്റ് ഫ്യൂച്ചർ ഓഫ് ഗെയിമിംഗ് ആണ്, ഗെയിമിങ്ങിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഹാംസ്റ്റർ കോമ്പാറ്റാണ്. മോസ്റ്റ് പ്രോബബ്ലി നടക്കാൻ പോകുന്നത് എയർ ഡ്രോപ്പ് ആയിരിക്കും. അന്ന് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടും, അന്ന് നമ്മുടെ വാലറ്റിലേക്ക് വരും. അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് ലിസ്റ്റിംഗ് ആണ്. നമ്മളുടെ ബൈബിറ്റ്, ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ചസ്, MEX എല്ലാത്തിലും ലിസ്റ്റിംഗ് അന്നായിരിക്കും നടക്കാൻ പോകുന്നത്. അതാണ് പിന്നുള്ളൊരു പോസിബിലിറ്റി. 10 വലിയൊരു അപ്ഡേറ്റ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അന്ന് നമ്മൾ പുതിയ അപ്ഡേറ്റ്സ് ടെലഗ്രാമിലും അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബിലും ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ 10 വലിയൊരു അപ്ഡേറ്റ് വരുമെന്ന് മനസ്സിലാക്കുക. ഇതുവരെ മൈൻഡ് ചെയ്യാത്തവർ മാക്സിമം മൈൻഡ് ചെയ്യുക. ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് വല്ലതും കിട്ടുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. മെയിനായിട്ട് നോക്കുന്ന 3 കാര്യങ്ങൾ. ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന പ്രോഫിറ്റ് പെർ അവർ നോക്കണം. അതുപോലെ തന്നെ സം അതർ ഫാക്ടേഴ്സ് എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് മാസ്റ്ററാണ് ഞാനിപ്പോൾ ഉള്ള ലെവൽ. 10 ലെവലാണ് മാക്സിമം ഗെയിമിൽ എത്താൻ പറ്റുക. ലെവലിൻ്റെ കാര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോംബോ സൈഫർ, അതുപോലെ തന്നെ ഡെയിലി റിവാർഡ്, ഈ 3 കാര്യങ്ങളുണ്ട്. കോയിൻ ബാലൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ടത് എന്താ? പ്രോഫിറ്റ് പെർ അവർ തന്നെയാണ്. അത് എല്ലാ പ്രാവശ്യവും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാ പ്രാവശ്യം പറയുന്നതാണ്. പിന്നെ നോക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എത്തിയിട്ടുള്ളൂ. എനിക്ക് ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ വേണമെങ്കിൽ ലോഡാവും. ഓക്കെ, 1 ബില്യൺ കോയിൻ ബാലൻസിലെത്തിയാലേ ലോഡാവുള്ളൂ. ലോഡായി കഴിഞ്ഞിട്ട് നമുക്കത് പ്രോഫിറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നീട് ലോഡിന് താഴേക്ക് ഇറങ്ങില്ല. ഓക്കെ, ഫസ്റ്റ് പ്ലേസിലുള്ള ക്രിപ്റ്റോവെയിൽ എന്ന് പറയുന്ന ആൾക്ക് 3.7 മില്യൺ പ്രോഫിറ്റ് പെർ അവർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 1 മില്യൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരും സമാധാനിച്ചിരിക്കാതിരിക്കുക. കാരണം ഇത്രയും 150 മില്യൺ എന്നുള്ളത് ഇപ്പോൾ 200 മില്യൺ പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. 200 മില്യൺ ആൾക്കാർ ഗെയിം കളിക്കുന്നുണ്ട്. ഒരാൾക്ക് $1 വെച്ച് എന്ന് വെച്ചാൽ $80 വെച്ചെങ്കിൽ കൊടുക്കണമെങ്കിൽ ഈ ഗെയിമിന് ചിലവ് വരിക എത്രയായിരിക്കും? $200 മില്യൺ ആണ്. അപ്പോൾ ഇത്രയും ഫണ്ട് ഒരിക്കലും ഇവർ മുടക്കില്ല. മുടക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുകയുള്ളൂ. ഇത്ര ആൾക്കാർക്ക് ചെറിയ കഷ്ണമാക്കി കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഏറ്റവും നല്ല പ്രോഫിറ്റുള്ള കുറച്ച് ആൾക്കാർക്കായിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആൾക്കാരെ അവർ വഞ്ചിച്ചു എന്നും പറയാൻ പറ്റില്ല. നല്ല രീതിക്ക് മൈൻഡ് ചെയ്തവർക്ക് അവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്യൂച്ചർ, ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ അതാണ് ശരി. കുറച്ച് ആൾക്കാർക്ക് വലിയ എമൗണ്ട് കൊടുക്കുക, എന്നാലേ ഫ്യൂച്ചറിൽ ഈ കോയിനൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ല എല്ലാവർക്കും കുറച്ച് കൊടുത്താൽ ആർക്കും ഒന്നും ഇല്ലാതാവും. ഈ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ തന്നെ
ഇല്ലാണ്ടായി പോകും. ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ ഗെയിമിൽ ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും എയർ ഡ്രോപ്പ് കിട്ടുക. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും എന്തായാലും ഒന്നും കിട്ടില്ല. 1 മില്യണുള്ള എല്ലാവർക്കും തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. എല്ലാവർക്കും ഒന്നും തരാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരിൽ ഒരു ഗെയിം ഉണ്ടെങ്കിൽ ആ ഗെയിമിൽ ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അത് എത്ര എന്നുള്ള കൗണ്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, നമുക്ക് പറ്റുന്ന അത്രയും മാക്സിമം ഈ ഗെയിം ഗ്രൈൻഡ് ചെയ്യുക. നിങ്ങൾ ഓവർ ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇഷ്ടംപോലെ നല്ല പ്രൊജക്ട്സ് ഉണ്ട്, ഞാൻ എത്രയോ വീഡിയോയിൽ പറയുന്നതാണ്. നിങ്ങൾ ഇതിൽ മാത്രം ഇരിക്കുന്നതാണെങ്കിൽ വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ റിഗ്രറ്റാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. നിങ്ങളുടെ ടൈം കൊടുത്തതിന് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ഒരു ടൈമിൽ മൈൻ ചെയ്യണം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ വന്നാലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ടോപ്പ് മൈനിങ് ചെയ്യുന്ന പ്രൊജക്ട്സ് ഏതൊക്കെയാണ് എല്ലാത്തിലും ഡിവൈഡ് ചെയ്ത് നിങ്ങൾ കുറച്ച് സമയം ഇടുക. അല്ലാതെ ഫുൾ ടൈം ഇതിലേക്ക് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് വലിയൊരു സങ്കടമാണ് വരാനിരിക്കുന്നത്. പിന്നെ നിങ്ങളെ ചതിച്ചു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചതിയല്ല, ഇവരുടെ ഗെയിം ഇട്ടു, ഗെയിമിൽ ടോപ്പായിട്ടുള്ളവർക്ക് റിവാർഡ് കൊടുത്തു. അത് ശരി തന്നെയാണ്, അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് എയർ ഡ്രോപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മൾ നോക്കുന്ന പ്രോഫിറ്റ് പെർ അവർ ആണ്. നിങ്ങൾക്കറിയാം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എത്ര മിനിമം പ്രോഫിറ്റ് വേണം? എനിക്ക് 200K ഉണ്ട്, 1 മില്യൺ ഉണ്ട്, ഇത് മതിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആൻസർ ഇല്ല. അപ്പോൾ ഒരു വാല്യൂ പറഞ്ഞാൽ നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്യും. ആ പ്രോഫിറ്റ് എത്തിയാൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മേലുള്ളവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അവർ വീണ്ടും മൈൻ ചെയ്ത് മാക്സിമം അവരുടെ പ്രോഫിറ്റ് കൂട്ടും. അപ്പോൾ അവർക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പിൻ്റെ വാല്യൂ കൂടും, നിങ്ങൾക്ക് കിട്ടുന്ന കുറഞ്ഞുകൊണ്ടേ ഇരിക്കും ഓരോ ദിവസവും. നിങ്ങൾ പ്രോഫിറ്റ് കൂട്ടുന്നതിന് മുൻപ് നിങ്ങൾ ഹിറ്റ് ചെയ്യേണ്ട ഒരു മാർക്കാണ് ലോഡ്. ലെവൽ ലോഡാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഏതൊരു ഗെയിം കളിച്ചാലും, ഇപ്പോൾ BGMI ഒക്കെ കളിക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ റാങ്ക് ഏതാണോ അതിനനുസരിച്ചുള്ള റിവാർഡാണ് നമുക്ക് സീസൺ കഴിയുമ്പോൾ കിട്ടുക, അല്ലേ? നമ്മളിപ്പോൾ കൂടിയ റാങ്കാണെങ്കിൽ നമുക്ക് കൂടിയ റിവാർഡ് കിട്ടും. അതെല്ലാ ഗെയിമിലും അങ്ങനെ തന്നെയാണ്. ഇതും അതുപോലത്തെ ഒരു ഗെയിം മാത്രമാണ്. ഏറ്റവും കൂടിയ റാങ്കിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടും സീസൺ കഴിയുമ്പോൾ. നിങ്ങൾക്ക് ഏറ്റവും കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറവ് റിവാർഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ സീസൺ എന്ന് പറഞ്ഞാൽ എന്താ, മൈനിങ് ആണ്. മൈനിങ് കഴിഞ്ഞ് ഏതാണോ ഏറ്റവും കൂടിയ ലെവൽ, അതിലാരൊക്കെയാണുള്ളത് അവർക്കാണ് ഏറ്റവും കൂടുതൽ റിവാർഡ് കിട്ടുക. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടിയ ലെവൽ എന്ന് പറഞ്ഞാൽ ലോഡാണ്. 1 ബില്യൺ കോയിൻ ബാലൻസ് ആയി കഴിഞ്ഞാൽ ലോഡിലേക്ക് എത്താം. പിന്നീട് നമ്മൾ ആ ബാലൻസ് ചിലവാക്കിയാലും ലോഡിൽ നിന്ന് ഇറങ്ങില്ല. അത് വലിയൊരു കാര്യമാണ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. 1 ബില്യൺ എത്തിച്ചിട്ട് പിന്നെ നിങ്ങൾ പ്രോഫിറ്റ് കൂട്ടിക്കോളും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലോഡ് എന്ന് പറഞ്ഞ ലെവൽ റീച്ച് ചെയ്യാൻ നോക്കുക. ഇനി ടൈമുണ്ട്. ജൂലൈ 10 ആണെങ്കിൽ 10 ദിവസമുണ്ട്. ഓക്കെ, എനിക്കിവിടെ ഒരു ദിവസം 50 മില്യണെങ്കിലും മിനിമം കിട്ടും. അപ്പോൾ ഇപ്പോൾ മിനിമം ബാലൻസ് ഒരു 50 മില്യണെങ്കിലുള്ള ആൾക്ക് ഈസി ആയിട്ടാണ് നല്ല രീതിക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എല്ലാ കോമ്പോയും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലോഡ് അടിക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്തിട്ട് ഒരിക്കലും ലോഡ് അടിക്കാൻ പറ്റില്ല. നമ്മളുടെ വിഡ്രോവൽ നാളെയാണെന്നൊക്കെ പറഞ്ഞാൽ തൊട്ട് മുൻപുള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രോഫിറ്റ് കൂട്ടുക. നമുക്കതിന് പ്രശ്നമില്ലല്ലോ, ഒരു ദിവസം മതി നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ. പക്ഷേ നമുക്ക് ലോഡ് അടിക്കാൻ ഒരു ദിവസം പോരാ. അപ്പോൾ മാക്സിമം ഇപ്പോൾ സേവ് ചെയ്യാൻ നോക്കുക. ഡെയിലി കോംബോ മാത്രം കംപ്ലീറ്റ് ചെയ്യാനുള്ള കോയിൻസ് മാത്രം ചിലവാക്കുക, ബാക്കി ഒരു കോയിനും ചിലവാക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡെയിലി കോംബോയും, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ലെവൽ ലോഡിലേക്ക് എത്തുക. അതിനുശേഷം പ്രോഫിറ്റ് പെർ അവർ മാക്സിമം കൂട്ടുക. ലോഡ് എത്തിച്ചതിന് ശേഷം ഓക്കെ, മാക്സിമം പ്രോഫിറ്റ് കൂട്ടുക. പിന്നെ ചെയ്യേണ്ടത് ഡെയിലി റിവാർഡ്, ഡെയിലി സൈഫർ, ഡെയിലി കോംബോ. ഈ ഡെയിലി കോംബോ അപ്പോൾ നമുക്ക് അധികം നഷ്ടമാണ്. എനിക്കൊരു 20 മില്യണൊക്കെ ചിലവാക്കിയാലാണ് 5 മില്യൺ കിട്ടുക. അപ്പോൾ എനിക്ക് 15 മില്യൺ നഷ്ടമാണ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാണ്ടിരിക്കണോ? ഒരിക്കലും ചെയ്യാതിരിക്കരുത്. ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞു, നമ്മൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഇതും ഉൾപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. നമ്മൾ എത്രത്തോളം ഡെയിലി സൈഫർ കളക്ട് ചെയ്തു, എത്രത്തോളം ഡെയിലി കോംബോ കളക്ട് ചെയ്തു, നമ്മളുടെ സ്ട്രീക്ക് എത്രയാണെന്നൊക്കെ നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ദിവസം പോലും വിടാതെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഡെയിലി സൈഫറും ഡെയിലി കോംബോയും ഡെയിലി തീർക്കണം. നമ്മളെന്നും നമ്മളുടെ ടെലഗ്രാം ചാനൽ ഡെയിലി കോംബോയും ഡെയിലി സൈഫറും ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ കൂടി ഈ ഡെയിലി കോംബോയും ഡെയിലി സൈഫറും കംപ്ലീറ്റ് ചെയ്യാതിരിക്കരുത്. ഹാംസ്റ്റർ കോമ്പാറ്റുകാർക്ക് അറിയാം നമുക്ക് നഷ്ടം തന്നെയാണെന്ന്, എങ്കിലും അവർ കൊണ്ടുവരുന്നില്ലേ? അതിൻ്റെ അർത്ഥം എന്താ, ഇതിൽ കാര്യമുണ്ട്. അപ്പോൾ ഒരിക്കലും നഷ്ടമാണെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് അത് ഭാവിയിൽ വലിയ നഷ്ടമായിട്ട് മാറുകയുള്ളൂ. അറിയാലോ, ആദ്യം തന്നെ ലോഡ് ലെവൽ, ഞാൻ ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എത്തിയിട്ടുള്ളൂ, അത് ലോഡിലേക്ക് എത്തിക്കുക. മാക്സിമം ലോഡിൽ തന്നെ എത്തണം. ഓക്കെ, നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് മാസ്റ്റർ റിവാർഡേ കിട്ടുള്ളൂ, ചിലപ്പോൾ ഒന്നും കിട്ടില്ല. അതിൻ്റെ ആൻസർ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അത് തന്നെ നിങ്ങൾ മാക്സിമം ലോഡിലേക്ക് എത്തിക്കുക. അതിനുശേഷം പ്രോഫിറ്റ് എത്ര ആക്കാൻ പറ്റും അത്ര ആക്കുക. ഡെയിലി എല്ലാ ദിവസവും എന്ത് ചെയ്യുക, ഡെയിലി റിവാർഡ്, ഡെയിലി സൈഫർ, ഡെയിലി കോംബോ, ഈ 3 കളക്ട് ചെയ്തിരിക്കണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഈ 200 മില്യൺ ആൾക്കാരെന്ന് ഒരു 150 മില്യൺ ആൾക്കാരെ അവർ എടുത്തു കളയാനാണ് സാധ്യത. ഒരു 50 മില്യൺ ആൾക്കാർക്കൊക്കെ റിവാർഡ് കിട്ടുള്ളൂ. 50 മില്യൺ കിട്ടും എന്നുള്ള കാര്യം ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുക. നിങ്ങൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്ക് മാത്രം എത്താൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ റിഗ്രറ്റ് അടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നല്ല. ഓക്കെ, എല്ലാവർക്കും എത്താൻ പറ്റും. അതിനുള്ള കാര്യം അപ്പോൾ നിങ്ങൾ ഇത്രയും ടൈം എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ഒരു 10 ദിവസമേ നമുക്കുള്ളൂ. 10 ദിവസം കൊണ്ട് മാക്സിമം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഡെയിലി പ്രോഫിറ്റ്, ലെവൽ ലോഡെത്തണം, അതുപോലെ തന്നെ എല്ലാ കോംബോയും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക. ശ്രമിക്കുക. ഓക്കെ, എന്നത് എത്തിച്ചേ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ എത്തിക്കുക. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കാം, ഇത്രയും കിട്ടിയല്ലോ എന്ന് വിചാരിക്കാം. ഇനിയാണ് വിഡ്രോവൽ. ഇപ്പോൾ കുറേ റീൽസിലൊക്കെ നിങ്ങൾ വിഡ്രോ അടിക്കുന്നു, അവർക്ക് പൈസ കിട്ടുന്നതൊക്കെ കാണുന്നുണ്ടല്ലേ. നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ എയർ ഡ്രോപ്പ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് വിഡ്രോവൽ കിട്ടുന്നത്? ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോട്ടാണ് വേൾഡ് വൈഡ് ഉള്ളത്. എല്ലാ രാജ്യത്തും ഈ ഒരു ബോട്ട് തന്നെയാണുള്ളത്. അവർക്ക് വ്യത്യാസം, നമുക്ക് വ്യത്യാസം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവരെങ്ങനെയാണ് വിഡ്രോ അടിക്കുന്നത്?
കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് അറിയാൻ പറ്റും ഫേക്കാണ്. കാരണം നമുക്ക് വിഡ്രോയിൽ അടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല, ഒഫീഷ്യലായിട്ടൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. നിങ്ങളുടെ വാലറ്റൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയും പോയി സൈറ്റിലൊക്കെ കണക്ട് ചെയ്താൽ നിങ്ങളുടെ വാലറ്റ് ഹാക്കായി പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അസറ്റ്സ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ താഴെ ചോദിക്കുക. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി വരുന്ന അപ്ഡേറ്റ്സ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.